സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അരുന്ധതി ഋഷിയുടെ നിർദ്ദേശപ്രകാരം ചന്ദ്രോത്ത് ചെന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയത് ഇനി മേലി ഹരിയങ്കൾ ഋഷിയുടെ കേസും പറഞ്ഞ് വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അത് വല്ലാത്ത വിനയിലേക്കാണ് കാര്യങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഹരിയങ്കൾ അരുന്ധതിയെ തേടി വീണ്ടും വീട്ടിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, ആ മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യം, അതായത് അരുന്ധതിക്കും ഋഷിക്കും എല്ലാവർക്കും അറിയാവുന്ന സത്യം തന്നെയാണ്, നന്ദൻ ഋഷിയെ കൊലപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുഴിച്ചു മൂടി എന്നുള്ള കാര്യമൊക്കെ ഹരിയങ്കളായിട്ട് വന്ന് നേരിട്ട് അരുന്ധതിയോട് പറയുന്നു. അരുന്ധതി അത് കേട്ടിട്ട് വലിയ ഞെട്ടലൊന്നുമില്ല. കാരണം അരുന്ധതിയെ സംബന്ധിച്ച് മകൻ ഇപ്പോഴും മേലത്തെ നിലയിലുണ്ട്. അതുകൊണ്ട് ഇത്രയും ഷോക്കാകുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ ഹരിയങ്കളിനൊരു കാര്യം ഉറപ്പാകുന്നു. ചന്ദ്രോത്ത് വന്ന് മകനെ കാണാനില്ലാത്ത അമ്മ എന്നുള്ള രൂപത്തിൽ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആക്ട് ചെയ്ത ആ അരുന്ധതിക്ക് എന്തുകൊണ്ട് സ്വന്തം മകൻ നന്ദൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടു എന്ന് കേട്ടിട്ട് വലിയ സങ്കടമൊന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല, സുപ്രധാന തീരുമാനവും കൂടി ഹരിയങ്കൾ പറയുന്നു. നാളെ തന്നെ സിദ്ധാർത്ഥൻ സാർ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കുകയാണ്. ഋഷിയെ കൊലപ്പെടുത്തിയ ആ കേസിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഋഷിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അരുന്ധതിക്ക് മകൻ കൊല്ലപ്പെട്ടു എന്നുള്ള സങ്കടമല്ല, നന്ദൻ സ്റ്റേഷനിൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ മകൻ ഒരു ആൾമാറാട്ട കേസിനോ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചതിൻ്റെ പേര് അറസ്റ്റിലാകുമോ എന്നുള്ളൊരു പേടിയാണ്. അവിടെയും നമ്മുടെ ഹരിയങ്കൾ അരുന്ധതിയെ നോട്ട് ചെയ്യുന്നുണ്ട്. അരുന്ധതിയുടെ മുഖത്ത് ഈ പറയത്തക്കവണ്ണം യാതൊരു വിഷമവും ഇല്ല. ഇതിൻ്റെ പിന്നിൽ ഹരിയങ്കൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു ഗൂഢാലോചന സത്യമാണെന്ന് തന്നെ ഉറപ്പിക്കുന്നു. എല്ലാത്തിനും കാരണം നന്ദൻ ദേവികയോടും സിദ്ധാർത്ഥൻ സാറിനോടും സത്യം വിളിച്ചു പറഞ്ഞതാണ്. ദേവികയുടെ അച്ഛനെ അപായപ്പെടുത്തി എന്നുള്ളൊരു സങ്കടത്തിൻ്റെ പുറത്ത് അപ്പോഴ് തൊട്ടേ ബെല്ലയ്ക്കും കെവിനും ഒക്കെ നല്ല പേടിയുണ്ടായിരുന്നു. ഇനി സത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞ സ്ഥിതിക്ക് നന്ദനെ പോലെ അവർ പേടിച്ച് ടെൻഷൻ അടിച്ചൊന്നും ആയിരിക്കത്തില്ല ചിന്തിക്കുന്നത്. യുക്തിപരമായി ചിന്തിച്ച് ഇതിൻ്റെ പിന്നിലെ കള്ളത്തരം പുറത്തു കൊണ്ടുവരുമെന്ന്. പിന്നെ വിചാരിച്ചു എന്തൊക്കെ പറഞ്ഞാലും ദേവിക ഭാര്യയാണ്, സിദ്ധാർത്ഥൻ സാർ അച്ഛനാണ്, മകനെ കൊലക്കയറ് കയറ്റാനായിട്ട് അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്നൊക്കെയുള്ളൊരു സമാധാനത്തിൽ ഇരുന്നപ്പോഴാണ് ഹരിയങ്കൾ ഇങ്ങനെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയും കൂടി ചെയ്തത്. അപ്പോൾ ഇനി മേലി ഹരിയങ്കൾ പോലും കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി സഹായം അല്ലെങ്കിൽ അന്വേഷണം എന്ന് പറഞ്ഞ് വരാതിരിക്കാൻ മാർഗം നോക്കിയിട്ട് ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഋഷിക്ക് നല്ല പേടിയാകുന്നുണ്ട് ഹരിയങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട്. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട്, അരുന്ധതിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ടെൻഷനും വിഷമവും ഒന്നും കാണുന്നില്ലല്ലോ. ഉണ്ട് സാർ, ഉണ്ട്. എനിക്കിതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറ് പറയുന്നത് സത്യമാണോ അതോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുമ്പം വിശ്വസിക്കണം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നന്ദൻ്റെ കയ്യാൽ തന്നെയാണ് ഋഷി കൊല്ലപ്പെട്ടത്. നാളെ തന്നെ സ്റ്റേഷനിൽ ഹാജരാകുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അരുന്ധതി ഋഷിയെ കാണാനായിട്ട് പോകുന്നു. മോനെ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. നമ്മുടെ കൈവിട്ട് പോകുന്ന ലക്ഷണമെല്ലാം കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ബെല്ലയും കെവിനെയൊക്കെ വിളിച്ചറിയിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ബെല്ലയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഋഷി ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ഡൗട്ട് തോന്നിയിരുന്നു. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ബെല്ല വീണ്ടും ഇങ്ങോട്ടേക്ക് ഋഷിയെ വിളിക്കുന്നു. എന്താ നീ അന്നേരം പെട്ടെന്ന് കോള് കട്ട് ചെയ്തത്? എനിക്ക് ബെല്ല നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ ഹരിയങ്കൾ വന്നതും സംസാരിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ ബെല്ലയാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. ഈ വിവരം പാപ്പനെയും അതുപോലെ കെവനെ അറിയിക്കുന്നു. അപ്പോൾ പാപ്പനാണെങ്കിൽ ഇത് കേട്ടിട്ട് വലിയ സന്തോഷമൊന്നും വരുന്നില്ല. ഉറപ്പായിട്ടും നന്ദൻ സ്റ്റേഷനിൽ ഹാജരാകുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇതിൻ്റെ പിന്നിലെ എല്ലാ കള്ളക്കളിയും അതോടെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. ഒരു കാരണവശാലും നന്ദൻ ഹാജരാകാൻ പാടില്ല. പക്ഷേ അതേസമയം നമ്മുടെ ഹരിയങ്കളാണെങ്കിൽ ചന്ദ്രോത്തേക്ക് വരുന്നുണ്ട്. തൻ്റെ തീരുമാനം എന്താണെന്ന് സിദ്ധാർത്ഥനോടും അതുപോലെ പ്രഭാവതിയോടും ദേവികയും വിളിച്ചറിയിക്കുന്നു. അപ്പം ദേവികയ്ക്കും പ്രഭാവതിക്കും ഒക്കെ ഭയങ്കര സങ്കടമാകുന്നു. അപ്പം നന്ദനാണെങ്കിൽ പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല. ഇങ്ങനെ തെറ്റ് ചെയ്തു എന്നുള്ള പേര് നേറി ജീവിക്കുന്നതിനേക്കാളും ഭേദം ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങുന്നതാ. അതിന് ഞാൻ പ്രാപ്തനായി. അങ്കിൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ അങ്കിളിൻ്റെ കൂടെയുണ്ടെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ സാറിനും നല്ല സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നന്ദൻ ചെയ്തത് തെറ്റാ, അത് മറച്ചു വെക്കുന്ന പോസിബിൾ അല്ലെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഹരിയങ്കളാണെങ്കിൽ എല്ലാവർക്കും ഇൻഡയറക്റ്റായിട്ട് ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. നാളത്തോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അവസാനം ഉണ്ടാകും. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും പ്രതീക്ഷിക്കുന്നത് പോലെയും ആകാൻ പ്രാർത്ഥിക്കുക. അപ്പം പ്രഭാവതിയാണെങ്കിൽ
വാവിട്ട് പൊട്ടിക്കരയുന്നു. ഹരിയേട്ടനെ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മകനെ രക്ഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, നിയമത്തിൻ്റെ മുമ്പിൽ കുരുക്കാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അമ്മ സങ്കടപ്പെടരുതെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഞാൻ ചെയ്ത തെറ്റിന് എന്നായാലും ശിക്ഷ ഏറ്റുവാങ്ങണ്ടേ, അത് എന്തും വരട്ടെ എന്നുള്ളൊരു മനസ്സിപ്പോൾ എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പോൾ ഹരിയേട്ടനൊരു കാര്യം ഉറപ്പുണ്ട്, നാളത്തോടെ മറഞ്ഞിരിക്കുന്ന ഋഷി പുറത്തു വരുമെന്ന്. ശാരികയുടെയും കൂടി സഹായം കെവിൻ്റെ വായാലെ സത്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവന്ന് കൊടുത്തതുകൊണ്ട് ഹരികളിന് നന്ദൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിലും കുറേ കാര്യങ്ങളിൽ ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു.